അവനാത്മാവെ അഗ്നിനാളമായി അഭിഷേകാഗ്നിയായി എഴുന്നള്ളുക. വരിക, വാഴുക. ആത്മാവിൻ മാധുര്യമേ, വെളിവിൻ കതിരേ, ആത്മാവിൻ തണുപ്പേ, ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ, ഡിസംബർ 25 നാം നടന്നെടുക്കുന്നു. വളരെ ധൃതി പിടിച്ചൊരു കാലം. ഒരു ഡോക്ടറെ കാണാൻ പോയി നിൽക്കുന്ന നിരയിൽ കുറെ പുറകിലാണ് ഞാനെന്നറിഞ്ഞ് എങ്ങനെയെങ്കിലും ആരെ കൊണ്ടെങ്കിലും ഇടപെട്ട് ഒന്ന് വേഗം ഡോക്ടറെ കണ്ട് അവിടെ നിന്ന് മറ്റുള്ളതിലേക്ക് വ്യഗ്രതയോടെ ഓടാൻ ശ്രമിക്കുന്നു. ബസ് വരുന്നില്ലല്ലോ എന്ന് വ്യസനത്തോടെ പിറുപിറുപ്പോടെ നിന്ന് വേഗത്തില്ലല്ലോ എന്ന് കരുതി ഓട്ടോ പിടിച്ച് ഓടുന്നു. സ്പീഡിൽ പോകുന്ന ബൈക്കുകാരന് കൈ കാണിച്ച് ഒരു ലിഫ്റ്റ് ചോദിച്ച് എത്തേണ്ടിടത്ത് വേഗം എത്താനുള്ള വ്യഗ്രതയിൽ മുങ്ങുന്നു. പക്ഷേ ഒരു സ്ത്രീ ഗർഭിണിയായാൽ 9 മാസം 9 ദിവസം 9 നാഴിക 9 വിനാഴിക ആ സമയലബ്ധിയിൽ തന്നെ വേണം ആ കുഞ്ഞ് പാകപ്പെടാൻ. ഒന്ന് ബൈക്ക് കൈ കാണിച്ച് നിർത്തി ഓടി എത്താൻ ശ്രമിക്കും പോലെ കുഞ്ഞിലേക്ക് പൂർണ്ണതയിലെത്തില്ല. പ്രീമച്വർ ഡെലിവറി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. 7-ാം മാസം പ്രസവിച്ചു, 8-ാം മാസം കുഞ്ഞിനെ പ്രസവിച്ചു. അത് പൂർണ്ണമായ ഒരു ഗ്രോത്തുള്ള കുഞ്ഞല്ല. ക്രിസ്തുവിലേക്ക് പൂർണ്ണ ഗർഭിണിയായ ആ കന്യാമറിയം എത്താനായി കാത്തിരുന്നു. ക്രിസ്തുവിന് ജനനം, രക്ഷകന്റെ വരവ്, സ്നാപക യോഹന്നാനെ ഗർഭം ധരിച്ച ഏലീശുവായുടെ കാത്തിരിപ്പ്, കുഞ്ഞില്ലാതിരുന്ന കാലത്ത് അന്നാ യോവാക്കിം ദമ്പതികളുടെ ദൈവത്തിൻ്റെ കരുണയുടെ കയ്യൊപ്പിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്, യോസേപ്പ് പിതാവും മേരി മാതാവും നടന്നു, ഏറെ നടന്നു. കിട്ടിയ മൃഗം കഴുത. രാത്രിയുടെ കൂരിരുളിൽ പയ്യെ പദമൂന്നി നടന്ന അവർ ഒരു കാത്തിരിപ്പിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താൻ അവർക്ക് ലഭിച്ചതോ കാലിത്തൊഴുത്തും നിഷേധങ്ങളും ഇരുട്ടും ഭയപ്പെടുത്തുന്ന ശബ്ദവീചികളും. അതിനിടയിൽ രക്ഷകൻ വന്നു പറക്കും. നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ ഈ ഡിസംബർ ക്രിസ്മസ് ഒക്കെ പഠിപ്പിക്കുന്ന, ബോധ്യപ്പെടുത്തുന്ന ഒരു ഉരച്ചാൽ മായാത്ത, തൂത്താൽ പോകാത്ത ഒരു യാഥാർത്ഥ്യമാണ്. നന്മയ്ക്ക് വേണ്ടി ഉള്ളൊരു കാത്തിരിപ്പ്. ശുഭകരമായത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് കാത്തിരിക്കുക. ഏലീശുവ കാത്തിരുന്നു, മേരി മാതാവ് കാത്തിരുന്നു, അന്ന കാത്തിരുന്നു, സാറ കാത്തിരുന്നു. ആ കാത്തിരിപ്പിന് ഒരു ഉദയസൂര്യൻ്റെ പ്രഭയും ആ ഒരു സൂര്യവെളിച്ചത്തിൻ്റെ സുഖവും എന്നതുപോലെ കാത്തിരിപ്പിൻ്റെ ഒരു സുവിശേഷമായി നീ മാറും. നിരാശപ്പെടുത്തുന്നത് അരികിലുണ്ട്, ചുറ്റുമുണ്ട്. പ്രതീക്ഷയ്ക്ക് യാതൊരു നാമ്പുമില്ല എന്ന് തോന്നുന്ന നിമിഷങ്ങളുണ്ട്. അത് യാമങ്ങളായി, ദിനങ്ങളായി, ആഴ്ചകളായി, മാസങ്ങളായി നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ രക്ഷകൻ
വന്നു പിറക്കാൻ ഒരു കാലപൂർണത, അതിൽ തന്നെ വിധേയപ്പെടുത്തി കാത്തിരുന്നവരെ പോലെ നമുക്കും ഒരു നന്മയുടെ സദ്വാർത്ത കേൾക്കാം. തിന്മ നീങ്ങുന്ന, ഇരുട്ടു നീങ്ങുന്ന, നിരാശ നീങ്ങുന്ന, വെളിച്ചത്തിൻ്റെ പ്രത്യാശയുടെ സദ്വാർത്തയ്ക്കായി കാത്തിരിക്കുക. മറിയം കാത്തിരുന്നതുപോലെ നമ്മുടെ ഈ കാത്തിരിപ്പിന് നിഷേധങ്ങളായ ചില സൂചനകൾ, നിഷേധങ്ങളായ ചില ആപ്തവാക്യങ്ങളൊക്കെ ഉതിർക്കുന്നവർ കാണും. അവിടെ ഒന്നും പതറരുത്. രക്ഷകൻ വരുമെന്ന് നൂറ്റാണ്ടുകൾ കാത്തിരുന്ന് ആ രക്ഷകനെ കൈക്കൊണ്ടതുപോലെ ജീവിതത്തിൻ്റെ ആത്മരക്ഷ ഇപ്പോൾ കഴിച്ച് മധുരമുള്ളൊരു മിഠായി കാണാതായി അലിഞ്ഞു പോയതുപോലെയുള്ളൊരു ചെറുമധുരമല്ല, നിരന്തരമായ മാധുര്യമായ രക്ഷ, അതിനായി കാത്തിരിക്കും. ഹല്ലേലൂയ, ആവേ മരിയ, ആമേൻ.